إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. കലിമത്തു തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദി വചനത്തിൻ്റെ നിബന്ധനകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. എന്ന് പറഞ്ഞാൽ നാക്ക് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യനിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം, അവൻ്റെ വിശ്വാസത്തിലും കർമ്മത്തിലുമായി എന്തെല്ലാം ചേരുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സമ്പൂർണമാവുക, കാമിലാവുക. അതിൻ്റെ സുപ്രധാനമായ ചില നിബന്ധനകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. കാരണം വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് വാദിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന് ദഅവ എന്നാ പറയാ, വാദിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിലെ 8-ാമത്തെ ആയത്ത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. വമിനൻ നാസ് മൻ യഖൂലു ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിലുണ്ട് ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നവരുണ്ട്, എന്നാൽ വമാ ഹും ബിമുഅ്മിനീൻ അവർ വിശ്വാസികളെ അല്ല. പറയുന്നവരുണ്ടെന്നാ, വിശ്വസിക്കുന്നവരുണ്ടെന്നല്ല. അപ്പൊ പറച്ചിൽ, നാക്ക് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പറച്ചിൽ കൊണ്ട് മാത്രം ഒരാൾ തൗഹീദുള്ളവനായി തീരുമോ, വിശ്വാസിയായി തീരുമോ ഇല്ലയോ? ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ കർമ്മത്തിന്റെ, നമ്മുടെ ഇബാദത്തിന്റെ, നമ്മുടെ അമലുകളുടെ സ്വീകാര്യതയ്ക്കുള്ള അടിത്തറ.
അമലുകൾ സ്വീകരിക്കണമെങ്കിൽ, നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, തറാവീഹ് സ്വീകരിക്കണമെങ്കിൽ, ഖുർആൻ പാരായണം സ്വീകരിക്കണമെങ്കിൽ, ഇഫ്താർ സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ജുമുഅയും ജമാഅത്തും ഹജ്ജും ഉംറയും സക്കാത്തും എന്ത് സ്വീകരിക്കപ്പെടണമെങ്കിലും അടിസ്ഥാനപരമായി ഈമാൻ കൃത്യമായിരിക്കണം, തൗഹീദ് അടിയുറച്ചതായിരിക്കണം എന്നർത്ഥം. അപ്പൊ ഇതില് അടുത്തത് സിദ്ഖ്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനിൽ ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങളല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനിൽ ധാരാളം വിശേഷണങ്ങൾ ഉണ്ടായിരിക്കണം, അതല്ല. ഇതവന്റെ ഈമാനിന്റെ ഭാഗമാണ് സിദ്ഖ്. അവൻ പറയുന്ന വാക്കും അവൻ പറയുന്ന പ്രവൃത്തിയുമൊക്കെ തന്നെ വിശ്വാസം, അമലുൻ ഖൽബിയുൻ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? അത് ഖൽബിൽ നിന്നുള്ള ഒരു പ്രവൃത്തിയാണ്. അത് കൈകൊണ്ടല്ല, കാലുകൊണ്ടല്ല, വെറും നാക്കുകൊണ്ടുമല്ല. ഖൽബും നാക്കും അവയവങ്ങളും മൂന്നും കൂടെ സമ്മേളിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുക. അപ്പൊ സത്യസന്ധത പറയുക, പ്രവർത്തിക്കുക, സത്യസന്ധമായ വിശ്വാസമായിരിക്കുക, അതാണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ക്ലാസ്സുള്ള സമയത്ത് ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിം ആവുകയാണ്. ഇസ്ലാം കാര്യമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ഈമാൻ കാര്യവും പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം വന്നു. അതിൽ അദ്ദേഹം പങ്കെടുത്തു. ആ യുദ്ധത്തിൽ അള്ളാന്റെ റസൂലിന് കുറെ ഗനീമത്തുകൾ ലഭിച്ചു. യുദ്ധാർജിത സ്വത്തുക്കൾക്കാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. അത് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും വീതിച്ചു കൊടുത്തു. ഒരു വിഹിതം ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിച്ചു. ഇതോന് കൊടുത്ത സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒട്ടകം അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഇത് നിന്റെ വിഹിതമാണ്, റസൂലുള്ള തന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിനു വേണ്ടിയല്ല ഞാൻ മുസ്ലിമായത്, ഇതിനു വേണ്ടിയല്ല ഞാൻ മുഅ്മിനായത്. അദ്ദേഹത്തിന്റെ ഖൽബിലുള്ള ഈമാൻ തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാക്കുകൊണ്ട് പറഞ്ഞു, വലിഹാദാ, ഇതിന് വേണ്ടിയല്ല ഞാൻ മുസ്ലിമായത്, ഇതിന് വേണ്ടിയല്ല ഞാൻ മുഹാജിറായത്, ഇതിന് വേണ്ടിയല്ല ഞാൻ രാജ്യം വിട്ട് മദീനയിൽ വന്നത്. കണ്ടാ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സ്വത്തുമായിട്ട് ചെന്നു, ഈ ധനവുമായി. എന്നിട്ട് പറഞ്ഞു, ഇതെന്താന്ന്? ഇതെല്ലാവർക്കും വീതിച്ചു കൊടുത്തപ്പോ ഹലാലായ ഗനീമത്തിന്റെ സ്വത്ത് നിനക്കും നൽകിയതാണ്. എനിക്കിത് വേണ്ട, ഇതിനു വേണ്ടിയല്ല ഞാൻ മുസ്ലിമായത്. എന്തിനാണ് ഞാൻ മുസ്ലിമായെന്നറിയുമോ? റസൂലുള്ളാഹിയോട് ചോദിക്കാന്നില്ല. ഞാൻ വിശ്വാസിയായത് എനിക്ക് രക്തസാക്ഷിയായിക്കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയണം. അതിന് എന്റെ കഴുത്തിന്റെ ഇവിടെ ഒരു അമ്പ് തറക്കണം. എന്നിട്ട് രക്തസാക്ഷിയായി മരിച്ചുകൊണ്ട് നരകം തൊടാതെ സ്വർഗത്തിലേക്ക് പോവണം. ഈമാൻ കണ്ടാ, കൽബിൽ ഈമാൻ ഉറപ്പിച്ചുകൊണ്ടുള്ള തൗഹീദിന്റെ കടികട്ടിയിൽ നിന്നുള്ള വർത്തമാനമാണ്. ബെർമ്പാക്കല്ല, ബെർമ്പാക്കാണെങ്കിൽ യുദ്ധം നാം ഓടിക്കഴിച്ചിലാവൂലേ. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം വന്നു. അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ആ യുദ്ധ അനന്തരം സ്വഹാബത്തുണ്ട് ഒരു മനുഷ്യനെ താങ്ങിപ്പിടിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ ഇവിടെയാണ് അമ്പ് ഏറ്റിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറയുകയാണ്, ഇത് ആ മനുഷ്യനാണ് പ്രവാചകരെ. നിങ്ങൾ ഗനീമത്ത് കൊടുത്തപ്പോൾ എനിക്ക് വേണ്ട,
ഞാൻ മുഅ്മിനായത്, ഞാൻ മുസ്ലിമായത്, ഞാൻ മുവഹിദായത്, ഞാൻ തൗഹീദിൽ വിശ്വസിക്കുന്നവനായത് ഇതിനു വേണ്ടിയല്ല, രക്തസാക്ഷിയായിക്കൊണ്ട് എന്റെ ഇവിടെ അമ്പ് ഏറ്റുകൊണ്ട് സ്വർഗത്തിൽ പോവാനാ എന്ന് പറഞ്ഞ ആ മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പൊ റസൂൽ നോക്കിങ്ങനെ ചോദിക്കാന്ന്, ഹുവ ഇത് അദ്ദേഹം തന്നെയാണോ? റസൂൽ ഉറപ്പുവരുത്തുകയാണ്. ഇത് അദ്ദേഹമാണോ എന്ന് റസൂലുള്ള ഉറപ്പുവരുത്തിയും കൊണ്ട് സഹാബത്ത് പറയുന്നു, ഖാലൂ നഅം, അതെ അദ്ദേഹം തന്നെയാണ്. റസൂൽ എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖ്, അവൻ സത്യം പറഞ്ഞു. അവന്റെ ഖൽബിലെ ഈമാൻ അഖീദക്കനുസരിച്ച് കൊണ്ടുള്ള സത്യസന്ധമായ വാക്ക് പറഞ്ഞു. അല്ലാഹു അദ്ദേഹം പറഞ്ഞ ആ സത്യം സാക്ഷാത്കരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെയാണ് പരീക്ഷണഘട്ടങ്ങൾ വരുമ്പോൾ, പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ സത്യത്തിന് വിലയും നിലയും കൽപ്പിക്കണമെങ്കിൽ, പറഞ്ഞ വാക്ക് പാലിക്കണമെങ്കിൽ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, പറഞ്ഞതുപോലെ തന്നെ നിലകൊള്ളണമെങ്കിൽ ഖൽബിൽ ഈമാൻ, അല്ലെങ്കിലോ ഒഴിഞ്ഞു പോകും. വാക്കാൽ പോരാ, ഖൽബിൽ വേണം. അതുകൊണ്ടാണ് ഇദ്ദേഹം സത്യം പറഞ്ഞു, അല്ലാഹു ആ സത്യം ഏറ്റെടുത്തു. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള, ഖൽബിൽ തറക്കുന്ന രീതിയിലുള്ള തൗഹീദിയായ വർത്തമാനമാണ്. അത് വർത്തമാനം സ്വീകരിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്താ പ്രാർത്ഥിക്കുന്ന അറിയാം? അല്ലാഹുവേ, ഈ മനുഷ്യൻ മുഹാജിറായി എന്റെ കൂടെ വന്ന ആളാണ്, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടവനാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. ആര്? അള്ളാഹുവിന്റെ റസൂൽ ഇതിന് സാക്ഷിയാണ് എന്ന് അള്ളാഹിനോട് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെയാണ് സിദ്ഖ്. സിദ്ഖ് ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഷർത്താണ്, ഒരു നിബന്ധനയാണ് സിദ്ഖ് എന്നുള്ളത്. അതാണ് പടച്ചോൻ ഇവിടെ ചോദിക്കുന്നത്. സൂറത്ത് അങ്കബൂത്ത് ഞാൻ ആമുഖമായി നിങ്ങളെ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ ഒന്നാമത്തെ ആയത്ത് അലിഫ് ലാം മീം അല്ലാഹു അഅലം ബിമുറാദിഹി, അതിന്റെ അർത്ഥം അല്ലാഹുക്ക് അറിയാം. രണ്ടാമത്തെ ആയത്ത് അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, കണക്ക് കൂട്ടുന്നുണ്ടോ, അൻയുത്രകൂ, അവരെ അങ്ങ് വിട്ടേക്കുമെന്ന്, അവരെ അങ്ങ് ഒഴിവാക്കി വിടുമെന്ന്, അൻ യഖൂലു ആമന്നാ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ വിശ്വാസികളാണ്, ഞാൻ തൗഹീദുള്ളവനാണ് എന്ന് പറയുന്ന പറച്ചിൽ കൊണ്ട് അവനെ അങ്ങ് വിട്ടേക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷണത്തിന് വിധേയരാവാതെ വിട്ടേക്കുമെന്നവർ വിചാരിക്കുന്നുണ്ടോ? പരീക്ഷണത്തിന് വിധേയരാവുന്നുണ്ടാവണം, സത്യത്തിൽ റെഡിയായി നിൽക്കേണ്ടി വരും. അതിനെന്ത് വേണോ? തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയിരിക്കണം. അതാണ് അമ്പിയാക്കന്മാരാണ് മനുഷ്യയിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണം നേരിട്ടവർ. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, പിന്നെ അതിന്റെ താഴെയുള്ളവർ. ഈമാൻ എത്ര കട്ടിയുണ്ടോ, ഈമാനിന് എത്ര ഉറപ്പുണ്ടോ, ആ ഉറപ്പനുസരിച്ച് പരീക്ഷണങ്ങൾ കൂടിയിരിക്കും. പരീക്ഷണം സീദ ഫിൽ ബലാ, പരീക്ഷണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെ, ആ പരീക്ഷണത്തെ പ്രതിരോധിക്കാൻ സിദ്ഖ് എന്ന ഈമാനിന്റെ അവിഭാജ്യ ഘടകം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഒരുത്തൻ പറഞ്ഞാൽ, എങ്ങനെ പറഞ്ഞാൽ? സാദിഖൻ മിൻ ഖൽബിഹി, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് പറയണം. അതേപ്രകാരം ഉറപ്പ് യഖീനായി പറയണം. നോ സിദ്ഖൻ സാദിഖൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്ന് സത്യസാക്ഷ്യം വഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ
ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അവനെ നരകം തൊടാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. നരകത്ത് കടന്ന് കുറെ കാലം ശിക്ഷ കിട്ടി എന്നിട്ട് സ്വർഗത്തിലെത്തി, അങ്ങനെയല്ല. ഹറമഹുല്ലാഹു അലന്നാർ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖോട് കൂടെ സാദിഖായി പറഞ്ഞാൽ അതാണ് സിദ്ഖ്. മൂന്നാമത്തേത്. അടുത്തത് മഹബ്ബത്തുല്ലാഹ്. മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോട് എപ്പോഴും താല്പര്യമുണ്ടാവുക. ഇവന്റെ ഇഷ്ടവും ഇവന്റെ പൊരുത്തവും ഇവന്റെ താല്പര്യവും ഇവന്റെ കീഴ്വഴക്കവും ഇവന്റെ വണക്കങ്ങളും ഇവന്റെ വഴക്കങ്ങളും ഇവന്റെ ഇസ്തിലാമുകളും ഇവൻ കീഴ്പ്പെടുന്നതും അടിമപ്പെടുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആ ഇഷ്ടത്തിന്റെ മാധുര്യം കൊണ്ടായിരിക്കുക. അഥവാ ഈമാൻ ആകുന്ന ആ ഈമാൻ, അതിൽ മഹബ്ബത്ത് വരുന്നത് ഇവന് ഒരു മധുരമായി തീരണം. അതില്ലെങ്കിൽ നടക്കൂല. അതില്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബഖറ 165 അള്ളാഹ് പറയുന്നുണ്ടല്ലോ, ജനങ്ങളിലുണ്ട് ചില ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യയിലുണ്ട് ചിലർ, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, ജനങ്ങളില് അള്ളാഹ്ക്ക് പുറമെ സമന്മാരെ സ്വീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കഠോരമായ ശക്തമായ വിശ്വാസം, ഈമാൻ, മഹബ്ബത്ത് അള്ളാഹിനോടാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അത് ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഈമാനിയായ മഹബ്ബത്ത്, ഈമാനിയായ മഹബ്ബത്ത് പല തരത്തിലുണ്ട്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കലുണ്ട്. അതെന്താ? അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമാണ്. അതിന് വേണമെങ്കിൽ ദാത്തിയായ മഹബ്ബത്ത് എന്ന് പറയാം. ദാത്തിയായ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ തടികൾ തമ്മിലുള്ള സ്നേഹം. ചിലപ്പോൾ ഖറാബത്ത് കൊണ്ട്, കുടുംബബന്ധം കൊണ്ടുള്ള സ്നേഹമാവാം. ജ്യേഷ്ഠനും മഞ്ചനും ഉപ്പയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ഖറാബത്ത് കൊണ്ടാവാം. അള്ളാനെ സ്നേഹിക്കേണ്ടി അങ്ങനെയല്ല. ചിലപ്പോൾ ശക്രിയായ മഹബത്തുമാവാം. അതെങ്ങനെ? പ്രകടനപരമായത്. അതപ്പോ റബീഉൽ അവ്വൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പ്രകടനപരമായത് എന്ന് പറഞ്ഞാൽ തോരണവും പ്രകടനവും ഈ അതേ പ്രകാരം തന്നെ ഇതെല്ലാം തൂക്കിങ്ങേറ്റ് സ്നേഹം പ്രകടിപ്പിക്കുക. ഇങ്ങോട്ടുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. അത് ശക്ലിയായ മഹബത്താണ്. ശക്ലിയായ മഹബത്ത് എന്നാൽ ചേലും ഗോത്രത്തിലും നബിന്റെ സ്നേഹമാണെന്ന് അവര് പറയും, അല്ലാണ്ട് ഇതുണ്ടാവില്ല. ഇതുപോലെയല്ല, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാന്റെ വാക്കുണ്ട്, അള്ളാഹുവിന്റെ വിരോധമുണ്ട്, അള്ളാന്റെ വിലക്കമുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ താക്കീതുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊക്കെ അവന് ഒരാളുണ്ടാകാൻ പാടില്ല. ഒരു ഇമാമും ഒരു ഖോജയും ഒരു മദ്ഹബും ഒരാളും പിന്നെ അതിന്റെ അപ്പുറത്തേക്കില്ല. അവിടെയാണ് അള്ളാഹിനോടുള്ള സ്നേഹം. ഹലാവത്തുൽ ഈമാൻ റസൂൽ പറഞ്ഞില്ലേ? ഒരാളിൽ 3 കാര്യം ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. അതിൽ ഒന്നാമത്തേത് അള്ളാഹും റസൂലുമായിരിക്കുക, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, അള്ളാഹ് പറഞ്ഞോ, എന്നാ പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല. എപ്പോഴും പറയുന്നത് തന്നെയാണ്. അതെന്തുകൊണ്ടാ? മഹബ്ബത്ത് എന്താണത്? മഹബ്ബത്ത് ഖൽബിയായ മഹബ്ബത്താണ്, ഈമാനിയായ മഹബ്ബത്താണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട മഹബ്ബത്താണ്. അതല്ലേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് എന്നോട് തന്നെയാണ് സ്നേഹം എന്ന് പറഞ്ഞു. ആര്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂൽ പറഞ്ഞു, ലാ, പറ്റില്ല, നീ ആദ്യം എന്നെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണോ? എന്റെ തടി സ്നേഹിക്കണം എന്നാ? അല്ല, ഞാൻ എന്താണോ നിന്നെ പറഞ്ഞത്, പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമായി, ആ കാര്യത്തോട് നിനക്ക് ഏത് സമയവും താല്പര്യമുണ്ടായിരിക്കണം, ഇഷ്ടമായിരിക്കണം, മുൻതൂക്കമുണ്ടായിരിക്കണം. ഒരു കാരണവശാലും അതിനോട് തിരസ്കരണമോ എതിർപ്പോ വൈമനസ്യമോ വിമുഖതയോ പാടില്ല. ദുനിയാവിൽ പല കാരണം ഉണ്ടാവും സത്യം ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുള്ള, അത്തരക്കാര് സ്നേഹിക്കുന്നവരുണ്ടാവും.
അപ്പൊ അബൂ താലിബ് മുഹമ്മദ് നബിയെ സ്നേഹിച്ചില്ലേ? ആ സ്നേഹം വല്ല കാര്യമുണ്ടോ? അബൂ താലിബിന്റെ സ്നേഹം എന്താ? മഹബത്തുൽ ഖഹാബത്ത്. അടുത്ത കുടുംബ റസൂലുള്ളാഹിന്റെ ആദർശമൊക്കെ ശരി തന്നെയാണ്. ഞാൻ അതിൽ വിശ്വസിച്ചു. ഇനി അവനെ സംരക്ഷിക്കണം, ഇനി അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, ദഅവത്ത് നടത്തണം. ഇങ്ങനെയുള്ള സ്നേഹമായിരുന്നു അബൂ താലിബിൻ്റെത്. അല്ല, എങ്ങനെയായിരുന്നു? എൻ്റെ അഞ്ചൻ്റെ മോനാണ്, അതുകൊണ്ട് അവനെ സംരക്ഷിക്കണം, അവനൊന്നും പറ്റാണ്ടിരിക്കണം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം. ഇവന്റെ ആദർശം മുന്തിയതാണ് എന്ന് വായുകൊണ്ട് പറഞ്ഞില്ല, കൽബിലേക്ക് ഇറങ്ങിയില്ല. അപ്പൊ അത് ഈമാനിയായ മഹബത്തല്ല. അത് എന്ത് മഹബത്താണ്? അത് കുടുംബപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമാണ്. എത്രത്തോളം പറഞ്ഞു അബൂ താലിബ്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. ലോകത്തുള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ മതം എൻ്റെ മകനാകുന്ന, എൻ്റെ അനുജന്റെ മകനാകുന്ന മുഹമ്മദ് കൊണ്ടുവന്ന മതമാണെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ അബൂ താലിബിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു പറയാത്ത എന്താന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കൽബിലേക്ക് സാധനം ഇറങ്ങില്ല. റസൂലിനെ സ്നേഹിച്ചു, കൽബിലേക്ക് സ്നേഹം ഇറങ്ങിയില്ല. നല്ലതാന്ന് പറഞ്ഞു, കൽബിലേക്ക് ഇറങ്ങിയില്ല. ആ സ്നേഹം അദ്ദേഹത്തിന് ഒരു മധുരമായി മാറിയില്ല, ഒരു മാധുര്യമായി മാറിയില്ല, ഒരു അനുഭവമായി മാറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുമ്പോൾ ആർക്കാ തർളിയത്ത്? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മാത്രം. അബൂ താലിബിന്റെ പേര് അതിന്റെ കൂടെ ഉണ്ട്. ശരിക്കും എങ്ങനെയാ പറയണ്ടേ? റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണ്ടേ? പറയില്ല, പാടില്ല. അലി റളിയല്ലാഹു അൻഹു മാത്രം തർളിയത്ത്. എന്നാൽ അതേ മറ്റൊരു അളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനാണ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്താ കാരണം? ഒരു രണ്ടാളും കറകടഞ്ഞ തൗഹീദിലെ ആളുകളാ. മറ്റേ ആള് നല്ലതാന്ന് പറഞ്ഞു കേട്ട് ഇങ്ങനെ നടന്നല്ലാണ്ട് ആ സ്നേഹം കുടുംബ സ്നേഹമായി അവസാനിച്ചു പോയി എന്നല്ലാണ്ട് ഈമാനിയായ സ്നേഹത്തിലേക്ക് കൽബിലേക്ക് കടന്നില്ല. അതുകൊണ്ട് തന്നെ ഓർക്ക് തർളിയത്തുമില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. കണ്ട, അതാണ് വ്യത്യാസം. റസൂലിന്റെ മുത്താബിയാന്ന് ഒരുപാട് കാലം സഹായിച്ച ആളാന്ന്, എല്ലാം ശരിയാന്ന് സ്നേഹിച്ച ആളാണ്. ആ സ്നേഹമൊന്നും ഈ ഈമാനിയെല്ലാം കൽബിലേക്ക് ഇറങ്ങുന്നതല്ല. കൽബിലേക്ക് ഇറങ്ങുന്നതാണെങ്കിൽ മരിക്കാൻ കിടത്ത സമയത്ത് എന്നിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ ഒന്ന് ഓരെന്തേ പറഞ്ഞ്, ഞാൻ ഇനിയിപ്പോ ഈ അവസാന സമയത്ത് നിങ്ങളെ കൂടുതൽ സെൽഫി ആയിട്ട് മരിച്ചാ പിന്നെ അതൊക്കെ ആളുകൾ എന്തേലും പറയും. മരിച്ചതിൻ്റെ ശേഷം ആ തൊണ്ടൻ പേടിച്ചിങ്ങേറ്റ് പറഞ്ഞു എന്നൊക്കെ, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ കെട്ട്, അങ്ങനെ തന്നെ നോട്ട്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഓർക്ക് പോയി എന്നല്ലാണ്ട്. അത്രേ ഉള്ളൂ. റസൂലുള്ളാഹി കണിഞ്ഞ് ശ്രമിച്ചു നോക്കി, എങ്ങനെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തർക്കിച്ചു നോക്കാം അള്ളാന്റെ അടുത്ത്. പറഞ്ഞെന്താ, ഈ സമയത്ത് വെച്ചിട്ട് ഞാനെങ്ങാനും നിന്റെ ഈ കമ്മിറ്റിയിൽ കൂടിയാൽ കഴിഞ്ഞ്. ഈ ആളെല്ലാം പറയും, ഈ കാക്ക ഈ അവസാന സമയത്ത് ഇതെല്ലാം കൂടി വിശ്വസിച്ചിങ്ങേറ്റ് തൗഹീദാക്കി, നബിനെ സ്നേഹിച്ച്, മുഹമ്മദ് നബിനെ സ്നേഹിച്ചിങ്ങേറ്റ് എന്ന് പറയും. അത് വേണ്ട, ഇതിങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ, അവിടുന്ന് കാണാം. എന്താക്കൽ ഇത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഹിസാബില്ല. ഹിസാബ് ദുനിയാവില് അമൽ, ഹിസാബ്, നാളെ ഹിസാബ്. ഇവിടെ അമൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈമാനിയായ വിശ്വാസം, സ്നേഹമായിരിക്കണം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഉള്ളത്, അവന്റെ കൽപ്പനയോട്, അവന്റെ വിലക്കങ്ങളോട് എല്ലാം ഉള്ളത്. അടുത്തെന്താ? ഖബൂൽ, സ്വീകാര്യത. ഖുർആൻ തന്നെ പറയുന്നത് കേട്ടോ, വഇദാ അന്നഹും ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കരിക്കുന്നവരാണ്. എന്നിട്ട് അവർ പറയുന്നത്, ഈ ഭ്രാന്തനായ പാട്ടുകാരന് വേണ്ടി ഞങ്ങളെ ദേവി ദേവന്മാരെ ഉപേക്ഷിക്കുകയോ?
നിങ്ങൾ 4 സെൽഫികൾ പറയുന്നത് കേട്ടിങ്ങേറ്റ് നമ്മളെ ഉറൂസും പാണ്ടും റാത്തീബും നേർച്ചയും നമ്മൾ മാറ്റി വെക്കുകയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് ഞാൻ അവിടുന്ന് അങ്ങോട്ട് പറയില്ല, കാരണം മിമ്പറിന്റെ പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ഖാലിസൻ സാദിഖൻ ഈ മുസ്തയഖിനൻ അതൊന്നും ഇതിലില്ല. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്നു. അല്ലാഹു പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അത് രണ്ടും ഖുർആനിൽ തന്നെയാണ്. അപ്പോ നിരുപാധികം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അധിഷ്ഠിതമായ ആ വിശ്വാസത്തെ സ്വീകരിച്ചു കൊണ്ടായിരിക്കണം ഒരു മുഅ്മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അല്ലാതിരിക്കുമ്പോൾ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ഉണ്ടാകുകയില്ല. റസൂലുള്ളാഹ് ഒരു ഉദാഹരണം പറഞ്ഞു, വേഗം മനസ്സിലാവും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൽ കാണാം ഒരു ശക്തമായ കുത്തിച്ചൊരിയുന്ന മഴ. ആ മഴ ലഭിച്ച 3 സ്ഥലങ്ങൾ 3 രീതിയിലുള്ളതാണ്. ഒന്ന്, നല്ല കൃഷി യോഗ്യമായ അല്പസ്വല്പമൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്ന അർളുൻ തയ്യിബത്തുൻ ഖബിലത്ത് അൽ മാഅ എന്ന ഹദീസിന്റെ ലഫ്ള്. നല്ല വിശിഷ്ടമായ മാന്യമായ പാകമൊത്ത കൃഷികളൊക്കെ ഉണ്ടാവാൻ പറ്റിയ നല്ല അല്പം വെള്ളമൊക്കെ അവിടെ തങ്ങി നിൽക്കുന്ന നല്ല മണ്ണ്. അവിടേക്ക് മഴ പെയ്താൽ എന്തുണ്ടാവും? താഴോട്ട് വെള്ളം ഇറങ്ങും. അവിടെയുള്ള പുല്ലുകളും കൃഷിയിടങ്ങളും അതേ പ്രകാരം തന്നെ പഴവർഗ്ഗങ്ങളൊക്കെ അവിടെ മുളച്ചു പൊന്തും. ആ ബാക്കി അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം കൊണ്ട് ജനങ്ങൾക്ക് മറ്റുപകാരവും ചെയ്യാം. രണ്ടാമത്തെ പ്രദേശം അത് ഇത്ര തന്നെ ഫലഭൂയിഷ്ടമല്ലാത്ത സ്ഥലമാണ്. അവിടെ വെള്ളം അപ്പുറപ്പുറമെല്ലാം കുറേശ്ശെ കെട്ടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകരിക്കാം. പക്ഷെ എന്തല്ല, അവിടെ പുല്ലുകളോ അതേ പ്രകാരം പുഷ്പങ്ങളോ മറ്റോ ഒന്നും മുളച്ചു കൊണ്ടുകയില്ല, മറ്റുള്ളവർക്ക് ഉപകരിക്കും. മൂന്നാമത്തേതോ വെറും മൊട്ടക്കുന്നാണ്. ഒരു ഇറ്റ് വെള്ളം അവിടെ നിൽക്കുകയില്ല, ഒരു കൃഷി ഉണ്ടാവുകയില്ല, സ്വന്തം ഉപകാരമല്ല മറ്റുള്ളവർക്കും ഉപകാരമല്ല. ഇതാണ് മൂന്നാമത്തെ ഭൂമി. ഇത് എന്തിനാ റസൂൽ പറഞ്ഞത്? മസലുമാ ബഅസനിയല്ലാഹു മിനൽ ഹുദാ വൽ ഇൽമ, എന്നെ അള്ളാഹു നിയോഗിച്ച ആ നിയോഗം ഏറ്റെടുത്തതിന്റെ ഉദാഹരണമാണിത്. കമസലിൽ ഗൈസ്, ഒരു മഴ പോലെ. ഈ ഭൂമി 3 ഭൂമി പറഞ്ഞു. എന്നെ അള്ളാഹു നിയോഗിച്ചതിന്റെ ഉദാഹരണം ഒരു കുത്തിച്ചൊരിയുന്ന മഴ പോലെയാണ്. ആ മഴ ഈ 3 രീതിയിലുള്ള ഭൂമികൾ ഏറ്റെടുത്തു. ഇതിലെന്താ ഈ പറഞ്ഞതിന്റെ ഉദാഹരണം? ഈ പറഞ്ഞതിന്റെ ആശയം എന്താ? ഒന്നാമത്തെ ഭൂമി നിരുപാധികം ഈ ജലം ഏറ്റെടുക്കുകയും അവിടെ അല്പം കെട്ടി നിൽക്കുകയും നല്ല ഫലഭൂയിഷ്ടമായ രീതിയിൽ ആ മഴയെ സ്വീകരിക്കുകയും ചെയ്തു. അതാണ് സ്വീകാര്യത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തതോ, ആ ഭൂമി വെള്ളം സ്വീകരിച്ചു, പക്ഷെ അതുകൊണ്ട് ആ ഭൂമിക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. അവിടെ നിന്ന് നനക്കാനും കുളിക്കാനും ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഉപകാരമുണ്ടായി എന്നല്ലാതെ ആ ഭൂമിക്ക് വെള്ളം കൊണ്ടൊരു ഉപകാരമില്ല. കാരണം അത് ഉറച്ച സ്വൽപത്തായ ഭൂമിയാണ്. മൂന്നാമത്തേന് സ്വന്തം ഉപകാരമല്ല, വേറെ ആൾക്ക് ഉപകാരം ചെയ്യാനായിട്ട് കഴിയേയില്ല. കാരണം പെയ്യുമ്പോഴേക്കും ഒലിച്ചു പോവാണ്. മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലമാണ്. മിനൽ ഇൽമി വൽ ഹുദാ, എന്നെ അള്ളാഹു നിയോഗിച്ചയച്ച വിജ്ഞാനത്തിന്റെയും മാർഗദർശനത്തിന്റെയും ഉദാഹരണമാണ് ഇത് എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച ഒരുത്തൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും പറഞ്ഞതാണെന്ന് കേൾക്കുമ്പോൾ അത് അവൻ ഏറ്റെടുക്കുന്നതിനോട് കൂടെ അവന്റെ കുടുംബത്തിലേക്കും അവന്റെ ബന്ധുമിത്രാദികളിലേക്കും അത് വ്യാപിപ്പിക്കുന്നതിനോട് കൂടെ ജനോപകാരപ്രദമായ രീതിയിൽ ജനങ്ങളിലേക്ക് അവൻ ദഅവത്ത് നടത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു ആ മഴ എന്ന് പറഞ്ഞത്. മറ്റതോ, രണ്ടാമത്തേത് വേറുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ടു. ഈ ഏറ്റെടുത്തോളം അതിപ്പോ ചില പണ്ഡിതന്മാരൊക്കെ ഉദാഹരണം പറയലുണ്ട്. ഓർക്ക് ഇൽമ നല്ലതുണ്ട്, വേറുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല ഇൽമാന്ന്. ഓരോ കാര്യം എന്താണ്?
പോക്ക് വന്നു എന്നതുപോലെയാണ് ഇപ്പൊ രണ്ടാമത്തെ വിഭാഗം. 3 പിന്നെ പാടെ തിരസ്കരിച്ച വിഭാഗം. അപ്പൊ ഈ ഒന്നാം കക്ഷിയിലാണ് നമ്മൾ പെടേണ്ടത്. ഖബൂൽ അഥവാ നിരുപാധികം അള്ളാഹുവിന്റെ കൽപ്പനകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞ കാര്യങ്ങളെയും നിരുപാധികം അനുസരിക്കാൻ. ഞാനിക്കെല്ലാം ഒന്ന് ആലോചിക്കട്ടെ. നേരത്തെ അബൂ താലിബ് പറഞ്ഞ മാതിരി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെയാണ് അധികം ആളുകളുള്ളത്. അധികം ആളുകളുടെയും ഈമാൻ അബൂ താലിബിന്റെ ഈമാനാണ് എന്നെന്ന് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, നല്ല കാര്യമാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ 100% നിങ്ങളെ കൂടുതൽ കൂടി തൗഹീദ് ഉൾക്കൊണ്ടാൽ പിന്നെ നമ്മെ ബാധിക്കുന്നത് ഖൗഫ്, ഭയം. എന്ത് ആരെ പേടിക്കണ്ട്? ഇയ്യായ ഫർഹബൂൻ, എന്നെ പേടിച്ചോളൂ എന്നാ ഖുർആൻ പറഞ്ഞത്. വേറെ ഒരു ഹോജനെയും ഒരു അമ്മോഷനെയും ഒരു ഉപ്പാനെയും ഒരു ഉമ്മാനെയും ഒരു പ്രസിഡന്റിനെയും ഒരു സെക്രട്ടറിയെയും ഒരു സംഘടനയെയും ഇവരൊന്നും പരലോകത്തുണ്ടാവില്ല. എല്ലാം ഒഴിഞ്ഞു മാറും, എല്ലാം തനി സലാമത്താക്കും. ഓരോ ഒന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് പറഞ്ഞ് നമ്മളേറ്റ് എല്ലാം റെഡിയാന്നു, ഇതിൻ്റെ കാര്യം നമ്മളേറ്റ്. മറ്റേ മുരീദ്, മറ്റേ ഷെയ്ഖ്, മറ്റേ കൊരൂര്, മറ്റേ കിരൂര്, അങ്ങനെ പല പേരിൽ ഓരോ ആളായി നടന്നിങ്ങേറ്റ് അവസാനം എന്തുണ്ടാവും? ഓരോ പറയും ശൈത്താൻ കൈയൊഴിയും പരലോകത്ത്. നിങ്ങൾക്കറിയാം, ഇബ്ലീസ് കൈയൊഴിയും. എന്നിട്ടല്ലേ ഇവര് നമ്മളെ കൂടെ ഉണ്ടാകുന്നത്? എല്ലാ തന്ത്രവും കുതന്ത്രവും പഠിച്ച, എല്ലാ മെക്കാനിസവും പഠിച്ച ആളാന്ന് ഇബ്ലീസ്. ഓൻ പറയും ഞാനൊന്നും അറിയില്ല, ഞാൻ ചെറുതൊക്കെ നിന്നോട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ ചെയ്തു, അതിനീന്ന് ഉത്തരവാദി ഞാനും നീയും 2 കൂട്ടരും ഇവിടെ തന്നെയാണ്. എവിടെ തന്നെയാണ്? അവിടെ തന്നെ എന്നായിരിക്കും പിശാചിന്റെ മറുപടി എന്നാ. അതുകൊണ്ട് ആരെയും നിങ്ങൾ പിന്നാലെ പോണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദും അതിന്റെ നിബന്ധനകളും അതിന്റെ ശുറൂത്തുകളും അതിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ഈമാനുമായി നമ്മൾ ജീവിച്ചു പോവുക. ഇത് കേട്ട് ഇങ്ങനെ ആരും KNM മെമ്പർഷിപ്പ് എടുക്കണ്ട. അതിനും വേണ്ടി എന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ സംഘടനയ്ക്ക് ആളുണ്ടാക്കണം. ഒരു കുട്ടി ഇത് കേട്ടിങ്ങേറ്റ് KNM മെമ്പർഷിപ്പ് എടുക്കണ്ട. നമ്മളെ ഈമാൻ സലാമത്തായ മതി. KNM ആള് തികഞ്ഞിട്ടുണ്ട്. അല്ല അങ്ങനെ എന്തെന്ന് പറയണ്ടേ? സംഘടനയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടിയല്ല, പരിശുദ്ധ ഖുർആൻ നിബന്ധനകൾ വെച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് സ്വർഗം പുൽകാൻ വേണ്ടിയാണ്. നീ എന്ത് മുസ്ലിമായി മുഅ്മിനായി എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എനിക്ക് സ്വർഗം ലഭിക്കാൻ എന്നാണ്. അല്ലാണ്ട് താനേശുമാരി മുസ്ലിം ഒന്നും റിലീജിയൻ കാസ്റ്റ് ഇസ്ലാം മാപ്പിളാന്ന് എഴുതാനല്ല. അതൊക്കെ ഇവിടെയാണ്. ഇവിടെ വിട്ടു കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടി ഒരുത്തൻ അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ദഖലൽ ജന്ന, അതിനും വേണ്ടിയാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചേർത്ത് പറയുന്ന എത്ര ഹദീസുകളാണ് സ്വർഗവും നരകവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി പറഞ്ഞു? ഈ 2 ആഴ്ചയിൽ എത്ര ഹദീസുകൾ കേട്ടു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ, ഉറപ്പിച്ചു പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ, ഇഖ്ലാസോട് കൂടെ പറഞ്ഞാൽ, അല്ലാണ്ട് വെറും പറച്ചിലല്ല. അതാപ്പൊ പറഞ്ഞതിന്റെ ആകത്തുക. അതുകൊണ്ട് ഈമാൻ സലാമത്തായവരായ നിലയിൽ അള്ളാഹു നമ്മെ മരിപ്പിക്കുമാറാവട്ടെ.